ഫുട്ബോൾ കളിക്കിടയിലുണ്ടായ തർക്കത്തെ തുടർന്ന് വിദ്യാർത്ഥിയെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഞാറയ്ക്കൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ദളിത് സംഘടനകൾ. പോലീസ് ദുർബലമായ വകുപ്പുകൾ ചുമത്തി പ്രതികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടെന്നും പട്ടികജാതി പീഡന നിരോധന നിയമം ചുമത്തിയിട്ടില്ലെന്നും ആരോപിച്ചാണ് അഖില വൈപ്പിൻ പുലയ വംശോദ്ധാരണി സഭയുടെ നേതൃത്വത്തിൽ വിവിധ ദളിത് സംഘടനകൾ ഞാറയ്ക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ഫുട്ബോൾ കളിയിൽ ഗോളടിച്ച കാരണത്താൽ 14 വയസ്സുകാരനായ ആദിത്യനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഞാറയ്ക്കൽ പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ. കേസ് ഗൗരവത്തിലെടുക്കാതെ ദുർബല വകുപ്പുകൾ ചുമത്തി പ്രതികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഞാറയ്ക്കൽ മാറാത്തറ വീട്ടിൽ സാജുവിന്റെ മകനായ ആദിത്യനെയാണ് മർദ്ദനമേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏകദേശം 15ഓളം പേർ ചേർന്നാണ് ആദിത്യനെ മർദ്ദിച്ചതെന്നും ആക്രമിച്ചവരിൽ പ്രായപൂർത്തിയായവരും ഉൾപ്പെട്ടിരുന്നുവെന്നും വീട്ടുകാർ പറയുന്നു. എന്നാൽ പ്രായപൂർത്തിയാകാത്തവരാണെന്ന് പറഞ്ഞ് കേസ് ലഘൂകരിക്കുകയായിരുന്നു പോലീസ് എന്നാണ് വീട്ടുകാരുടെ ആരോപണം. പ്രതികൾ സഞ്ചരിച്ച വാഹനം കസ്റ്റഡിയിലെടുക്കാത്തതിലും പട്ടികജാതി പീഡനം നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ പ്രഥമ വിവര റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താത്തതിലും വീട്ടുകാർക്ക് പരാതിയുണ്ട്. മർദ്ദനമേറ്റതിനെ തുടർന്ന് സ്കൂളിൽ പോകാൻ പോലും ആദ്യത്തിന് കഴിയുന്നില്ല. പോലീസിന്റെ ഈ ഗുരുതരമായ വീഴ്ചയ്ക്കെതിരെയും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് പട്ടികജാതി സംഘടനകൾ സംയുക്തമായി പ്രക്ഷോഭം ആരംഭിച്ചു. അഖില വൈപ്പിൻ പുലയ വംശോദ്ധാരണി സഭ, വേട്ടുവ മഹാസഭ, KPMS അംബേദ്കർ സാംസ്കാരിക സമിതി, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ നായരമ്പലം വെളിയത്താംപറമ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ഞാറയ്ക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ദളിത് സമുദായ മുന്നണി ചെയർമാൻ സണ്ണി M. കപ്പിക്കാട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. MA കുമാരൻ, ഹരീഷ് മുളഞ്ചേരി, VS രാധാകൃഷ്ണൻ, ഡോക്ടർ PK ബേബി, NG രതീഷ്, LN പ്രഭാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്ന് ഇവിടെ SI കോട്ടയത്തെ കുറിച്ചി കോളനിയിലുള്ള സജീവനായിരുന്നു. CI ഒരു ക്രിസ്ത്യൻ നാമധാരിയായിരുന്നു. യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ നമ്മൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ആദരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ പൗരന്മാരെന്ന നിലയിൽ ഈ സമുദായ അംഗങ്ങൾക്ക് നൽകിയിട്ടുള്ള സവിശേഷമായ അവകാശങ്ങൾ ഉറപ്പു ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അത്തരൊരു ആവശ്യം തന്നെയാണ് ഈ മാർച്ചിലും ഉന്നയിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം. ന്യൂസ് ബ്യൂറോ, പറവൂർ. കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ, ഗുരുതിപ്പാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയകാട്. ഹോൾസെയിൽ വിലയിൽ എല്ലാത്തരം ഫർണിച്ചറുകളും ലഭ്യമാണ്. സഹോദര സ്ഥാപനം കളത്തുങ്കൽ സോമിൽ, പറയകാട്. വിശാലമായ ഷോറൂം സന്ദർശിക്കൂ, വിലക്കുറവ് തിരിച്ചറിയൂ. ബജാജ് ലോൺ സൗകര്യവും ലഭ്യമാണ്.